എന്നുവെച്ചാ നിന്റെ അമ്മയെ കണ്ടെത്താൻ നിനക്ക് താല്പര്യമില്ല. ആരവ് കൂടെ വരാതെ നമ്മൾ അവിടേക്ക് പോയിട്ട് ഒരു കാര്യവുമില്ല. അവന്റെ അമ്മയെ കണ്ടെത്തി ഇവനെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ഇനിയും വൈകാൻ പാടില്ല. അവൻ കൂടെ വരാതിരുന്ന നമ്മൾ എന്ത് ചെയ്യും? ഈ കാര്യം സംസാരിച്ചപ്പോ അവൻ എന്താ പെട്ടെന്ന് ചേഞ്ച് ആയേ? ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞപ്പോ അവന് വല്ലാത്ത വേദന തോന്നിയിട്ടുണ്ടാവും. അവന് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. ഇക്കാര്യം ചോദിച്ചാ അവനെ കൂടുതൽ വിഷമിപ്പിക്കണ്ട. അവന്റെ മൂടൊന്ന് മാറട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. എന്തായാലും അവനെ കൊണ്ട് മോഴക്കുന്നിലേക്ക് പോണം. അതിലൊരു മാറ്റവും ഇല്ല. അതെ, ഇങ്ങനെ ഇരുന്നാ മതിയോ? ഇന്ന് രാത്രി എന്താ നമ്മുടെ പ്രോഗ്രാം? അനന്യോട് അന്നത്തെ മജീഷ്യൻ ഡ്രാമയ്ക്ക് ഒരു തിരിച്ചടി കൊടുക്കണ്ടേ? തിരിച്ചടിക്കാനുള്ള വടി നിന്റെ കയ്യിലുണ്ടെങ്കിൽ എടുത്തിട്ട് വാ. 5 സുന്ദരികളെ ഇങ്ങനെ വെറുതെ വിട്ടാലാവില്ലല്ലോ. ആ രുദ്രന് നമ്മളൊരു സൂപ്പർ ഐഡിയ പറഞ്ഞു കൊടുത്തു. ആ വായി നോക്കിയാൾക്ക് 5 സുന്ദരികളെ തൊടാൻ പോലും കഴിഞ്ഞില്ല. ഇവിടെ പലരെയും നമുക്ക് എന്തും ചെയ്യാൻ കഴിയുന്നു. 5 സുന്ദരികളെ മാത്രം നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതെന്താ നമുക്ക് അവരെ മാത്രം കീഴ്പ്പെടുത്താൻ പറ്റാത്തത്? അതെന്താണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? 5 സുന്ദരികളെ നമ്മളെക്കാൾ മുകളിലാണ്. അവരിപ്പോ നമ്മളെയാ ഭരിക്കുന്നത്. നീ സ്വന്തം ടീമിനെ തള്ളി പറയുന്നു. രോക്ഷം പ്രയോഗിച്ചിട്ടുള്ള കാര്യമില്ല. 3 റോസസ് 5 സുന്ദരികളുടെ അടിമയാണ്. 3 റോസസിനെ എടുത്ത് അവളും ഒരു തലയെ ചൂടിയിരിക്കല്ലേ. അതുകൊണ്ടാണ് നമുക്ക് അവരൊന്നും ചെയ്യാൻ പറ്റാത്തത്. നമുക്കിടയിൽ വഴക്കിന് കാരണം 5 സുന്ദരികളല്ലേ? അവിടെ 5 സുന്ദരികൾ ജയിച്ചു. സോറി, ഈ സമയത്ത് നമ്മൾ തമ്മിൽ വഴക്കിടുന്നത് ശരിയല്ല. സോറി, ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 5 സുന്ദരികളെ കായികമായി നേരിടാൻ നമുക്ക് കഴിയും. അത് ഈസിയാ. അതിലൊരു കാര്യവുമില്ല. അവൾ പിന്നെ എന്ത് ചെയ്യണം? ചെയ്യും. രുദ്രൻ പറയുന്ന പോലെ ആരവെന്ന പ്രതിയുമായി 5 സുന്ദരികൾക്ക് ബന്ധമുണ്ടെങ്കിൽ ആ കൊലയാളിയെ അവരാണ് സംരക്ഷിക്കുന്നതെങ്കിൽ അതിനൊരു തെളിവ് കിട്ടിയാൽ മതി. 5 പേരും ജയിലിൽ പോവും. 5 സുന്ദരികളെ ജയിലിൽ അടയ്ക്കുന്നതിനേക്കാൾ വലിയ പ്രതികാരം വേറെ എന്താടി? ആരവും 5 സുന്ദരികളും തമ്മിലുള്ള റിലേഷൻ പ്രൂവ് ചെയ്യണം. അവരെ ജയിലിലടയ്ക്കണം. അതാ നമ്മുടെ പ്ലാൻ. അലീന, നിന്റെ ഫോൺ റിങ് ചെയ്യുന്നു. ഇത് എന്റെ റിംഗ് ടോൺ അല്ലല്ലോ. അൺനോൺ നമ്പർ. ഇതാര്? വല്ല കൊമേഴ്ഷ്യൽ കോളായിരിക്കും. നീ എടുത്തേക്ക്, അല്ലെങ്കിൽ തുടർച്ചയായി വിളിച്ചോണ്ടിരിക്കും. ഹലോ, നിങ്ങളുടെ പുതിയ നീക്കം നിങ്ങൾക്ക് ദോഷം ചെയ്യും. ഇരയാക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളെ ആർക്കും രക്ഷിക്കാനാവില്ല. നീ ആരാടാ? ആരെയാ നീ ഭീഷണിപ്പെടുത്തുന്നത്? ഞാൻ ആരാന്നറിയോ? ഞാൻ മേയറുടെ മോളാ. നിന്നെ അകത്താക്കും ഞാൻ. ഹലോ ഹലോ, ആരാടി? അറിയില്ല. ഏതോ ഒരുത്തൻ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു. തിരിച്ചു വിളിക്കടി. അവനോട് ദിന്നി എന്നെ കൊടുക്കണം. തിരിച്ചു വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. നീ കോൾ ആരുടെയാണെന്ന് നോക്ക്. ട്രൂ കോളറിൽ നോക്ക്. നമ്പർ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. നോക്കട്ടെ. യെസ്, ഇതിൽ നമ്പർ കാണുന്നില്ല. നമ്പർ ഇല്ലാത്ത കോളോ? ആരാണ് ഇങ്ങനെ ഒരു കോൾ ചെയ്തത്? ആരായിരിക്കും?
ആരാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ പുതിയ പ്ലാൻ ആരവിനെയും 5 സുന്ദരികളെയും കൊടുക്കുകയാണല്ലോ.